ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBI കുറിച്ചിട്ടാണ്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. ഏതൊരു PSC എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എക്കണോമിക്സ് ഉണ്ടോ RBI കുറിച്ച് ചോദ്യം ഉണ്ടായിരിക്കും. LDCക്ക് ആണെന്നുണ്ടെങ്കിലും LP UPക്ക് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിനാണെന്നുണ്ടെങ്കിലും ഈ RBI കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം. LGSനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മുടെ PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം അതിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പം. അപ്പം നിങ്ങൾക്കെല്ലാം ഇതറിയാം എന്നുള്ളൊരു ധാരണയിൽ തന്നെ ഞാൻ വേഗം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാണ്. അപ്പോൾ ആദ്യം തന്നെ RBIനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയും കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, സർക്കാരിൻ്റെ ബാങ്കാണെന്നല്ലേ. കേന്ദ്ര ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, സർക്കാരിൻ്റെ ബാങ്കാണെന്നൊക്കെ പറയും. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വർഷങ്ങളും പഠിക്കാനുണ്ട്. 1926 ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്, ശുപാർശ പ്രകാരമാണ് എന്ത് വരുന്നത്, നമ്മുടെ RBI നിലവിൽ വരുന്നത്. 1926 ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1935 RBI നിലവിൽ വരുന്നത്. ഈ ഹിൽട്ടണിയൻ കമ്മീഷനെ നിയമിക്കുന്നത് റീഡിംഗ് പ്രഭുവാണ് ഹിൽട്ടണിയൻ കമ്മീഷനെ നിയമിക്കുന്നത്. ഇനി ഈ കമ്മീഷനെ തന്നെയാണ് നമ്മൾ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. റോയൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ, ഇന്ത്യൻ കറൻസിയും ഫിനാൻസും ആണ് വരുന്നത്, റോയൽ കമ്മീഷനാണ്. അപ്പോൾ റോയൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഏത് കമ്മീഷനായിരിക്കും? ഈ ഹിൽട്ടണിയൻ കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്, റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. റീഡിംഗ് പ്രഭുവാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത് എന്നും കൂടി പഠിച്ചിരിക്കുക. അങ്ങനെ 1926 ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1934 RBI ആക്ട് വരുന്നത്. അപ്പോഴും RBI വന്നിട്ടില്ല, RBI ആക്ട് വരുന്നത് 1934 RBI ആക്ട് നിലവിൽ വരുന്നു. അത് പ്രകാരം പിന്നത്തെ വർഷം 1935 എന്നാണ് ഏപ്രിൽ 1. ആ ഏപ്രിൽ 1 ശ്രദ്ധിക്കണം. നമുക്ക് ഓപ്ഷനിൽ 1935 ഏപ്രിൽ 1 ഉണ്ടാകും, ജനുവരി 1 ഉണ്ടാകും. അപ്പൊ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, കാരണം തൊട്ടടുത്തിന് ജനുവരി 1 വരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് അല്ലെ, പ്രവർത്തനം. അപ്പൊ ഈ ഏപ്രിലിനെ പിടിച്ച് നമ്മൾക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇത് മറച്ചിട്ട് കഴിഞ്ഞാൽ പ്രാന്ന് കിട്ടും അല്ലെ. അത് APR ആണ് ഏപ്രിൽ എന്നുള്ളത്. അതിൽ PR എടുത്താൽ തന്നെ പ്രവർത്തനം നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് പറയുമ്പോൾ പ്രവർത്തനം ഏപ്രിൽ അല്ലെ, നല്ലൊരു പ്രാസ് ഉണ്ട് അല്ലെ. അപ്പൊ പ്രവർത്തനം ആരംഭിച്ചത് ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇനി ഇത് ആ സമയത്ത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കട്ടയായിരുന്നു. നമുക്കറിയാലോ, ഇപ്പോഴത്തെ RBIയുടെ ആസ്ഥാനം കൊൽക്കട്ടയാണോ? അല്ലല്ലോ, ഇപ്പോഴത്തെ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 37 വരെ ഇതിന്റെ ആസ്ഥാനം, 1937 വരെ ഇതിന്റെ ആസ്ഥാനം കൊൽക്കട്ടയായിരുന്നു. 1937 ഇതിന്റെ ആസ്ഥാനം എവിടേക്ക് മാറ്റുന്നത്? നമ്മുടെ മുംബൈയിലേക്ക് മാറ്റുന്നത്. പിന്നെ അതിനുശേഷം 1949 നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞു അല്ലെ, ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു. 1949 ഇത് നാഷണലൈസ് ചെയ്യുന്നത്. നമ്മുടെ ബാങ്കിനെ അല്ലെങ്കിൽ RBIനെ നാഷണലൈസ് ചെയ്യുന്നത്, ദേശസാൽക്കരിക്കുന്നത് 1949 ജനുവരി 1. അപ്പൊ നാഷണലൈസ് ചെയ്യുക, ദേശസാൽക്കരിക്കുക എന്ന് പറയുമ്പോൾ NA ആണ് അല്ലെ. നമ്മൾ ജനുവരി എന്ന് എഴുതുമ്പോഴും അവസാനത്തെ 2 ലെറ്റർ എടുത്തു കഴിഞ്ഞാലും അവിടെയും നമുക്ക് NA കിട്ടും ഇല്ലേ. നേരത്തെ നമ്മൾ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏപ്രിൽ PR ആണ് അല്ലെ, പ്രവർത്തനം PR ആണ്, ഏപ്രിലിൽ PR ഉണ്ട്. ഇവിടെ നമ്മൾ നാഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ NA ആണ് വരുന്നത്, ജനുവരിയിലും NA ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടില്ല. പ്രവർത്തനം ആരംഭിച്ചത് ഏപ്രിൽ 1 എന്നാൽ നാഷണലൈസ് ചെയ്തത് അല്ലെങ്കിൽ ദേശസാൽക്കരിച്ചത് ജനുവരി 1. 1949 ജനുവരി 1 RBI ദേശസാൽക്കരിക്കുന്നത്. ഈ 1949 ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ RBI നാഷണലൈസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല പ്രത്യേകത, നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നതും 1949 തന്നെയാണ്.
അപ്പൊ എന്തൊക്കെ പറഞ്ഞു? 1949 നമ്മൾ RBIയെ നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചു. 1949 തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു അല്ലെ. എന്താണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ്? ബാങ്കുകളൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഏത് ആക്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? എന്ത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഒരു നിയമ സംഹിതകൾ അല്ലെ, ഒരു ഇത് വേണം അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോൾ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നിലവിൽ വന്നതും 1949 കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയതും 1949 അല്ലെ. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ അശോക സ്തംഭമൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലേ, ഒരു ചിഹ്നമൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെറുതെ അല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യണം? ഇത് നോട്ടിൽ അച്ചടിക്കണം. അപ്പൊ അശോക സ്തംഭമുള്ള നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയതും 1949 തന്നെയാണ്. കഴിഞ്ഞില്ല. സുരക്ഷയ്ക്കായിട്ട് നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളനോട്ടാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ലേറ്റിലേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലെ ഒരു സാധനം കാണാൻ സാധിക്കും. RBI എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിനാണ് സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും എന്ന് തന്നെയാണ് 1949 തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. ആദ്യം പറഞ്ഞത് എന്താണ്? 1926 1926 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? UPSC നിലവിൽ വന്നത് അല്ലെ. 1923 ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നമ്മുടെ എന്ത് വരുന്നത്? UPSC നിലവിൽ വരുന്നത് 1926 ഒക്ടോബർ 1 അല്ലെ. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അതേ വർഷം തന്നെ 1926 എന്ത് നമ്മുടെ റീഡിംഗ് പ്രഭു ഹിൽട്ടണിയൻ കമ്മീഷനെയാണ്. ഇവിടെ വരുന്നത് ഹിൽട്ടണിയൻ കമ്മീഷനാണ്. ഹിൽട്ടണിയൻ കമ്മീഷനെ നിയമിക്കുന്നു. ആ ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1934 എന്താണ് വരുന്നത്? RBI ആക്ട് ആണ് വരുന്നത്. ഓർത്തിരിക്കണം, RBI ആക്ടേ വരുന്നുള്ളൂ 34. അതിനുശേഷം 1935 ഏപ്രിൽ 1 നമ്മുടെ RBI പ്രവർത്തനം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിന്റെ മൂലധനം എത്രയായിരുന്നു? സ്ഥാപിത മൂലധനം അന്ന് 5 കോടി രൂപയ്ക്കാണ് ഈ RBIയിലെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടിയായിരുന്നു. അങ്ങനെ 1935 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചു. ഇത് ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ദേശസാൽക്കരിച്ചത്. 1949 ദേശസാൽക്കരിച്ചത്. ഏത് ഡേറ്റ് എന്നാണ് ദേശസാൽക്കരണം? നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ജനുവരി അല്ലെ. ജനുവരി 1 ഇത് ദേശസാൽക്കരിച്ചത്. പിന്നെ 1949 നമ്മൾ പറഞ്ഞ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. RBI ദേശസാൽക്കരിച്ച അതേ വർഷം തന്നെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. നേരത്തെ പറഞ്ഞത് RBI ആക്ട് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. RBI ആക്ട് വരുന്നത് 1934 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വരുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അശോക സ്തംഭത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അശോക സ്തംഭമുള്ള നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയതും 1949 തന്നെയാണ്. സുരക്ഷയ്ക്കായിട്ട് നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും 1949 തന്നെയാണ്. അതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. ഈ 1935 RBI നിലവിൽ വരുന്ന സമയത്ത് അതിന്റെ ആസ്ഥാനം കൊൽക്കട്ടയായിരുന്നു. 1937 അതിന്റെ ആസ്ഥാനം എവിടേക്ക് മാറ്റുന്നത്? നമ്മുടെ മുംബൈയിലേക്ക് മാറ്റുന്നത്. പിന്നെ RBIയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലെ. അതെല്ലാവർക്കും അറിയാലോ. RBIയുടെ കേരളത്തിലെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. പിന്നെ RBIക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന വിശേഷണങ്ങളൊക്കെ തന്നെയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും, സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയും, കേന്ദ്ര ബാങ്കാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ്. അതേപോലെ തന്നെ വായ്പകളുടെ മുഴുവൻ നിയന്ത്രകൻ അല്ലെ, വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്? RBI തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കിട്ടാത്തൊരു വിശേഷണമായിരിക്കും ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ നമ്മുടെ RBI തന്നെയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പണമില്ലാതെ വരുമ്പോൾ അല്ലെ, പണമില്ലാതെ വരുന്ന സമയങ്ങളിൽ ബാങ്കുകളെ പണം നൽകി സഹായിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബേസിക് ആയിട്ട് RBI കുറിച്ച് എല്ലാവരും പഠിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനാണെന്നുണ്ടെങ്കിലും LDC എക്സാമിനാണെങ്കിലും ഒരു മുഴം മുമ്പേ എന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആവശ്യമുള്ളവർ ഇത് കേൾക്കാം. അതായത് നമ്മൾ പറഞ്ഞു 1926 ഹിൽട്ടണിയൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് 1935 RBI നിലവിൽ വരുന്നത് എന്നും പറഞ്ഞു. ഈ ഹിൽട്ടണിയൻ കമ്മീഷന് RBI രൂപീകരിക്കുന്നതിന് ഏറ്റവും സഹായകമായ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ സഹായിച്ചൊരു വ്യക്തിയുണ്ട്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ നേരിട്ട് ഡയറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു തലക്കെട്ടിൽ, ആ തലക്കെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്നൊരു തലക്കെട്ടോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു ബാങ്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങള്, പ്രവർത്തന ശൈലികള്, കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1925 ഈ ഹിൽട്ടണിയൻ കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചു. ഇത് ഈ ഹിൽട്ടണിയൻ കമ്മീഷനെ RBI രൂപീകരിക്കുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരാണ്. ഹിൽട്ടണിയൻ കമ്മീഷനെ RBI രൂപീകരിക്കുന്നതിന് സഹായിച്ച വ്യക്തിയാണ് BR അംബേദ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നരുത് എങ്ങനെയാണ് സഹായിച്ചത്, ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലൊക്കെ അല്ലേ BR അംബേദ്കർ ഉള്ളൂ, ഈ RBIയുടെ രൂപീകരണവുമായി എന്ത് ബന്ധം എന്ന് ചിന്തിക്കരുത്. അദ്ദേഹം തന്റെ പുസ്തകത്തില് എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു തലക്കെട്ടിന് കീഴെ, ആ തലക്കെട്ടാണ് ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്നുള്ള തലക്കെട്ടിന് കീഴിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇത് ഈ RBIയുടെ രൂപീകരണത്തിന് സഹായകമായി എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 1935 ഇത് നിലവിൽ വരുമ്പോൾ, RBI നിലവിൽ വരുമ്പോൾ ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് വരുന്നത്. അതായത് കുറെ സ്വകാര്യ വ്യക്തികളുടെ ഓഹരി ഉപയോഗിച്ചുകൊണ്ട് രൂപം കൊണ്ട ഒരു ബാങ്ക് ആയിട്ടാണ് നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ ധനകാര്യ കാര്യങ്ങളും ഈ ബാങ്കാണ്, അല്ലെ, RBI ആണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ RBI ആക്ട് പ്രകാരം. പക്ഷെ ഇത് ഇന്ത്യയുടെ മാത്രമല്ലായിരുന്നു. കാരണം ആ സമയത്ത് ഇന്ത്യയിൽ പാകിസ്ഥാനും ഉണ്ട്, മ്യാൻമാറും ഒക്കെ ഉണ്ട്, അല്ലെ. അപ്പൊ ഇവരുടെ ഈ രാജ്യങ്ങളുടെയും മ്യാൻമാറിന്റെയും അതേപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാന്റെയും ഒക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ആര് തന്നെയാണ് മാനേജ് ചെയ്തിരുന്നത്? നമ്മുടെ RBI തന്നെയാണ് മാനേജ് ചെയ്തിരുന്നത്. ഇതില് 1947 ഈ ബർമ സർക്കാരിന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിർത്തി. നമ്മുടെ ഇന്ത്യയുടെ ബാങ്ക് പോലെ തന്നെ ബർമ എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമാർ ആണ്, അല്ലെ. ഈ ബർമയുടെ ബാങ്കർ അല്ലെങ്കിൽ ബർമ സർക്കാരിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിർത്തി 1947 തന്നെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടർന്ന് ഈ പാകിസ്ഥാന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അത് 1948 ആ സേവനം നിർത്തിയത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മാത്രമല്ല ബർമയുടെയും, അതായത് അന്നത്തെ ബർമ ഇന്നത്തെ മ്യാൻമാർ, ബർമയുടെയും പാകിസ്ഥാന്റെ ഒക്കെ സർക്കാരിന്റെ ബാങ്ക് ആയിട്ട് നമ്മുടെ ഈ റിസർവ് ബാങ്ക് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. 1947 ഈ ബർമ സർക്കാരിന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിർത്തി. 1948 അതേപോലെ തന്നെ പാകിസ്ഥാനും ആ സേവനങ്ങൾ നിർത്തി. പാകിസ്ഥാന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നതും നിർത്തി. അത് കഴിഞ്ഞിട്ട് 1949 ദേശസാൽക്കരിക്കുന്നത്, അല്ലെ. ദേശസാൽക്കരിച്ചതോടുകൂടി ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ബാങ്കായി മാറി. അപ്പൊ ഇതും കൂടി മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഈ മുദ്രയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതായത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ മുദ്രയിൽ ഉള്ളത് എന്താണ്? നമ്മുടെ കടുവയും എണ്ണപ്പനയാണ്, അല്ലെ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ ഉള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയും, അതേപോലെ തന്നെ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ എണ്ണപ്പനയുമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ആ ചിഹ്നം അറിയായിരിക്കും. ഒരു എണ്ണപ്പനയും അതിന്റെ ഫ്രണ്ടിൽ ഒരു കടുവയുമാണ്. അതിന് മുൻപ് നമ്മുടെ ആ എണ്ണപ്പനയ്ക്ക് മുൻപിൽ നിന്നിരുന്നത് കടുവയല്ലായിരുന്നു, സിംഹമായിരുന്നു. അപ്പൊ സിംഹവും ഈ എണ്ണപ്പനയുമായിരുന്നു ആദ്യത്തെ മുദ്ര എന്ന് പറയുന്നത്. പിന്നീടാണ് സിംഹത്തിനെ മാറ്റിയിട്ട് ആരെ വെച്ചത്? നമ്മുടെ കടുവേന, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവേന RBI ആക്കിയത് അതിനുശേഷമാണ്. അപ്പൊ ആദ്യം സിംഹമായിരുന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ വന്നാൽ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് BR അംബേദ്കറിന്റെ പുസ്തകത്തില് ദ പ്രോബ്ലം ഓഫ് ദി റുപ്പി,
ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന തലക്കെട്ടിന് കീഴിൽ ഈ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ, അദ്ദേഹം അവതരിപ്പിച്ച മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളുമെല്ലാം RBIയുടെ രൂപീകരണത്തിന് ഹിൽട്ടണിയൻ കമ്മീഷൻ സഹായിച്ചിട്ടുണ്ട്. 1925 അദ്ദേഹം ഈ BR അംബേദ്കർ ഇത് ഹിൽട്ടണിയൻ കമ്മീഷന്റെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനു സഹായിച്ചിട്ടുണ്ട്? ഈ RBIയുടെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ RBI രൂപം കൊണ്ട സമയത്ത് ഇന്ത്യയുടെ മാത്രമല്ലായിരുന്നു, ബർമയുടെ ബാങ്കറായിട്ടും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ബാങ്കറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് RBI തന്നെയാണ്. 1947 ബർമയ്ക്ക് ഈ സേവനങ്ങളെല്ലാം നിർത്തലാക്കിയത്. അതിനുശേഷം 1948 പാകിസ്ഥാനും ഈ നൽകിയിരുന്ന ഈ സേവനങ്ങൾ നിർത്തലാക്കിയത്. 1949 പൂർണ്ണമായും ദേശസാൽക്കരിച്ചു. അങ്ങനെ മുഴുവനായിട്ടും ഇന്ത്യയുടെ ബാങ്കായി മാറി അല്ലെ. അപ്പൊ ആ വർഷങ്ങൾ 47, 48, 49 അതൊന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് നമ്മുടെ RBIയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. RBIയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ തന്നെയാണ് അല്ലെ. പക്ഷേ RBIയുടെ സാമ്പത്തിക വർഷം മുൻപ് ഇതല്ലായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇത് മാറ്റുന്നത്. ഇതിന് മുമ്പ് അതായത് 2020-21 മുതലാണ് 2020-21 സാമ്പത്തിക വർഷം തൊട്ടാണ് ഈ RBIയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആക്കിയത്. അതിന് മുമ്പ് ജൂലൈ 1 മുതൽ ജൂൺ 31 വരെ ആയിരുന്നു. ജൂലൈ മുതൽ ജൂൺ വരെ ആയിരുന്നു അതിനു മുമ്പ് നമ്മുടെ RBIയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. 2020-21 സാമ്പത്തിക വർഷം മുതലാണ് ഇതിന്റെ നമ്മുടെ RBIയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആക്കിയത്. പിന്നെ ഇതിന്റെ കടമകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അറിയുന്ന കടമകളൊക്കെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കടമ എന്താണ്? നോട്ട് അച്ചടിക്കൽ അല്ലെ. നോട്ട് അച്ചടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ കടമയാണ്? RBIയുടെ കടമയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയുമല്ലോ, എന്താണ്? 1 രൂപ നോട്ട് ഒഴികെ അല്ലെ. ഈ 1 രൂപ നോട്ട് എന്താണ്? അത് RBI അച്ചടിക്കില്ല. പിന്നെ ആരാണ് ഈ 1 രൂപ നോട്ട് അച്ചടിക്കുന്നത്? അത് നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ് 1 രൂപ നോട്ടും അതേപോലെ തന്നെ നാണയങ്ങളും അച്ചടിക്കുന്നത്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് അച്ചടിക്കുന്നത്. അതേപോലെ ബാക്കി എല്ലാ നോട്ടിലും നമ്മുടെ RBI ഗവർണറാണ് ഒപ്പുവെക്കുന്നതെങ്കിൽ എന്തിൽ മാത്രം നമ്മുടെ 1 രൂപ നാണയത്തിൽ മാത്രം ഒപ്പുവെക്കുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഇതൊരു മാറ്റം അല്ലെ, ഒരു ഇതായി വേറിട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ PSC സ്ഥിരം ഇത് എടുത്ത് ചോദിക്കാറുണ്ട്. 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് ആര് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാന്നും ചോദിക്കാറുണ്ട്. 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണെന്നും അതേപോലെ തന്നെ ഈ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണെന്നും ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് ഈ നോട്ട്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പായിരിക്കാം. പക്ഷെ ഇതിന്റെ എല്ലാം വിതരണ അവകാശം RBIക്ക് തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ എടുത്തു ചോദിക്കും, ഈ 1 രൂപ നോട്ടിന്റെയും നാണയത്തിന്റെയും വിതരണ അവകാശം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ഉള്ളിലെങ്കിലും ഒരു സംശയം വരും. അച്ചടിക്കുന്നത് ധനകാര്യ വകുപ്പല്ലേ, അപ്പൊ അതിന്റെ വിതരണാവകാശവും അവർക്ക് വേണ്ടേ, അച്ചടിക്കുന്നവർക്ക് വേണ്ട വിതരണാവകാശം എന്ന് തോന്നരുത്. ആർക്ക് തന്നെയാണ് വിതരണാവകാശം? ഇതിന്റെ മുഴുവൻ അവകാശവും RBIക്ക് തന്നെയാണ്. അത് എല്ലാ നോട്ടുകളും എല്ലാ നാണയങ്ങളുടെയും വിതരണാവകാശം പൂർണ്ണമായിട്ടും ആർക്കാണ്? RBIക്കാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നാണയത്തിന്റെ ആണെങ്കിലും നോട്ടുകളുടെ ആണെന്നുണ്ടെങ്കിലും വിതരണാവകാശം RBIക്കാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളെ തെറ്റിക്കാൻ ചിലപ്പോൾ തരും. 1 രൂപ നോട്ടിന്റെ വിതരണാവകാശം കേന്ദ്ര ധനകാര്യ വകുപ്പിനാണെന്ന് തരും. അപ്പൊ തെറ്റി നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതിന്റെ വിതരണാവകാശവും ആർക്ക് തന്നെയാണ്? RBIക്ക് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഒരു ചുമതല അല്ലെങ്കിൽ ഒരു കടമ എന്ന് പറയുന്നത് എന്താണ്? ഈ RBI എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ഏജന്റായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, അതേസമയം ഒരു ഉപദേശകനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഒരു ഏജന്റാണ്, അതേസമയം ഒരു ഉപദേശകനാണ്. ഏജന്റായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയും അല്ലെ. അതായത് നമ്മുടെ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ IMF-ലാണെന്നുണ്ടെങ്കിലും വേൾഡ് ബാങ്കിലാണെങ്കിലൊക്കെ അവിടെ ഒരു ഏജന്റ് പോലെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF, അതിലൊക്കെ നമ്മുടെ ഇന്ത്യനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? നമ്മുടെ RBI ആണ്. അപ്പൊ
അപ്പൊ അത് അവിടെ ഒരു ഏജന്റ് ആണ് അല്ലെ. അതേസമയം തന്നെ ഒരു ഉപദേശകനും കൂടിയാണ്. അതായത് ധനകാര്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ ആർക്ക് ഉപദേശിക്കാൻ സാധിക്കും? RBIക്ക് ഉപദേശിക്കാൻ സാധിക്കും. നമുക്കറിയാം നോട്ട് നിരോധനം വന്നു അല്ലെ. 500 രൂപ നോട്ടുകളും എല്ലാം 1000 രൂപ നോട്ടുകളൊക്കെ പിൻവലിച്ചു. ആ പിൻവലിക്കുന്ന സമയത്ത് നമ്മുടെ GDP-യിൽ വളരെയധികം കുറവുണ്ടായി. അപ്പൊ ആ സമയത്തൊക്കെ എന്താണ് ഈ RBIക്ക് ആരെ ഉപദേശിക്കാൻ സാധിക്കും? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെ ഇങ്ങനെ ചെയ്യാം അല്ലെ, ഇന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കാനുള്ള കടമ ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. അപ്പൊ RBI എന്ന് പറയുന്നത് ഒരേ സമയം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റ് ആയി പ്രവർത്തിക്കുന്നു, അതേസമയം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപദേശിക്കാനുള്ള ഒരു ഉപദേശകനായിട്ടും കൂടി, ധനകാര്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഉപദേശിക്കാനുള്ള ഒരു ഉപദേശകനായിട്ടും കൂടി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ RBI കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അതേപോലെ തന്നെ അവർക്ക് വായ്പകളും നൽകുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അതേപോലെ തന്നെ അവർക്ക് വായ്പകൾ നൽകി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അതുകൊണ്ടാണ് അതിന് സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത്, കേന്ദ്ര സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നു അല്ലെ. അതേപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും. അതെന്താണ്? ഈ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും, അതേപോലെ തന്നെ ബാങ്കുകൾക്ക് വായ്പകൾ നൽകും. അപ്പോൾ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും, അതേപോലെ തന്നെ അവർക്ക് വായ്പകളും നൽകും. അതേപോലെ തന്നെ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും, ബാങ്കുകൾക്ക് വായ്പകളും അനുവദിക്കും. ഈ ബാങ്കുകൾക്ക് വായ്പകൾ നൽകുകയും അതുപോലെ അവരെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബാങ്കുകളെ നിയന്ത്രിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളിലും, ഓരോ ബാങ്കിന്റെ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ RBI വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ, അത് ഫോളോ ചെയ്യാത്ത ബാങ്കുകൾക്ക് അതിന്റെ ലൈസൻസ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ പിഴ ചുമത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? RBI ചെയ്യും. അപ്പൊ RBI ഇങ്ങനെ ബാക്കിയുള്ള ബാങ്കുകളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയല്ല, അതിന്റെ മേല് ബാക്കിയുള്ള ബാങ്കുകളുടെ മേല് നിയന്ത്രണവും മേൽനോട്ടവും ആർക്കുണ്ട്? നമ്മുടെ RBIക്ക് ഉണ്ടെന്നും കൂടിയും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ വിദേശ നാണയത്തിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുക. വിദേശ നാണയത്തിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് RBI ആണ്. അതായത് ഇപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാർ പുറത്ത് ഏതെങ്കിലും ഒരു ഇതിൽ നിന്നും, ഒരു വിദേശ രാജ്യത്തു നിന്നും എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്കറിയാലോ, പല യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ മിസൈലുകളൊക്കെ ഇന്ത്യ വാങ്ങിക്കാറുണ്ടല്ലേ. ഇപ്പൊ അടുത്ത് നമ്മുടെ റാഫേൽ വിമാനം വാങ്ങിച്ചു, ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചു. ഇങ്ങനെ പല വസ്തുക്കളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന സമയത്ത് അവിടെ ഈ വിദേശ നാണയത്തിന്റെ ഒരു ക്രയവിക്രയം നടക്കുന്നുണ്ടല്ലേ. അവിടെ ഇത് വഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം നൽകുന്നത് അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? RBI ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വിദേശ നാണയത്തിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ആരാണ്? അത് RBI ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി നിലനിർത്തുന്നത്, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി നിലനിർത്തുന്നത് ആരാണ്? RBI ആണ്. നമുക്കറിയാം ഈ പണപ്പെരുപ്പം അല്ലെ, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും RBI ആണ്. എങ്ങനെയാണ്? പല രീതിയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കും അല്ലെ. ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഈ പണത്തിന്റെ സപ്ലൈ, അങ്ങനെ ശരിക്കും പറയാം പണത്തിന്റെ സപ്ലൈ എന്നാണ് പറയുക. അപ്പൊ അത് എങ്ങനെയാണ്? പണനയത്തിൽ കൂടെ, പല രീതിയിലുള്ള പണനയത്തിൽ കൂടിയാണ് ഈ പണത്തിന്റെ സപ്ലൈ നമ്മുടെ ഇതില് മാർക്കറ്റിൽ സ്ഥിരമായി നിലനിർത്തുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ പണപ്പെരുപ്പം എന്ന് പറയും. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ കയ്യിൽ പണം പെരുക അല്ലെ, കയ്യിലിരുന്ന് പണം ഇങ്ങനെ വെറുതെ വർദ്ധിക്കല്ല, ജനങ്ങളുടെ കയ്യിൽ പണം വർദ്ധിക്കുക. പണം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? പണത്തിന്റെ മൂല്യം കുറയും. അതായത് സാധനങ്ങളെ അപേക്ഷിച്ച് പണത്തിന്റെ മൂല്യം കുറയും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഒരു ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം അല്ലെ നമ്മൾ ഒരു പെട്ടി കാശും കൊണ്ട് പോകണം എന്തെങ്കിലും ഒരു സാധനം അല്ലെ, പച്ചക്കറി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി പണം കൊണ്ട് പോകേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അവിടെ എന്താണ്? പണത്തിന്റെ മൂല്യം കുറയാണ് അല്ലെ. നമ്മൾ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടും അല്ലെ. നമ്മൾ ഒരുപാട് പണം കൊടുത്താലേ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. അവിടെ നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയാണ്. അപ്പൊ പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുക, അങ്ങനെ തന്നെ ചിന്തിക്കുക. നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ പണം കൂടുന്ന അവസ്ഥയാണ്. ജനങ്ങളുടെ കയ്യിൽ പണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില വർദ്ധിക്കും, പക്ഷെ അവിടെ പണത്തിന്റെ മൂല്യം കുറയും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. അവരുടെ കയ്യിൽ പൈസ ഇരിക്കാൻ പാടില്ല, തിരിച്ച് ബാങ്കിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ തിരിച്ച് ബാങ്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് റേറ്റുകളല്ലാതും പലതരത്തിലുള്ള റേറ്റുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, നമുക്കറിയാം SLR ഉണ്ട്, CRR ഉണ്ട്. അങ്ങനെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ കുറെ റേറ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ട് കൂട്ടും. ഇതൊക്കെ കൂട്ടുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഇവരെ കയ്യിൽ നിന്ന്, സാധാരണക്കാരുടെ കയ്യിലിരിക്കുന്ന പണം സ്വാഭാവികമായിട്ടും എവിടേക്ക് വരും? നമ്മുടെ RBIയിലേക്ക് വരും. RBIയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പണം കുറഞ്ഞു, ജനങ്ങളുടെ കയ്യിൽ പണമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ വിലയും കുറയും. ഇങ്ങനെ അതേപോലെ ഇപ്പൊ ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുകയാണെന്ന് വിചാരിക്കുക. പൈസ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ റേറ്റുകളൊക്കെ കുറയ്ക്കും. റേറ്റുകളൊക്കെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ നമ്മളോട് പറയാണ് ഒരു 5% പലിശ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
ഓടിപ്പോയിട്ട് ഒരു ലോൺ എടുക്കൂല്ലേ. അപ്പൊ പലിശ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഈ ലോണുകൾ എടുക്കും, ഈ നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് പണം വരും. പലിശ കൂടുമ്പോൾ ആരെങ്കിലും പോയിട്ട് ലോൺ എടുക്കോ? ഇല്ലല്ലോ. അപ്പൊ ഈ പലിശകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ പണത്തിന്റെ സപ്ലൈ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. പണത്തിന്റെ, അതായത് പണനയത്തിലൂടെ മാർക്കറ്റിലുള്ള പണത്തിന്റെ സപ്ലൈ നിയന്ത്രിക്കുന്നത് RBI ആണ്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതൊക്കെ എന്താണ് പറയുന്നത്? RBIയുടെ കടമകളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നോട്ട് അച്ചടിക്കല്. നോട്ട് അടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണ്. അപ്പൊ ഒരു കാര്യം പറയാൻ ആ സമയത്ത് വിട്ടുപോയി. അതായത് നോട്ട് അച്ചടിക്കാന്ന് പറയുമ്പോൾ ഇത്ര രൂപയ്ക്ക് വെറുതെ നോട്ട് അച്ചടിക്കാന്ന് പറഞ്ഞു അച്ചടിച്ചെടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. എങ്ങനെയാണ് നോട്ട് അച്ചടിക്കുക? അതിനെ നമ്മൾ പറയും മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മൾ എത്ര രൂപയുടെ നോട്ടാണോ അച്ചടിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള വിദേശ കറൻസിയോ സ്വർണമോ കരുതൽ ധനമായി സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നോട്ട് അച്ചടിക്കാൻ പറ്റുള്ളൂ. എത്ര രൂപയ്ക്കാണ്? ഒരു 1000 രൂപയ്ക്ക് നോട്ട് അച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വിദേശ കറൻസിയോ അല്ലെങ്കിൽ സ്വർണമോ കരുതൽ നൽകിയതിന് ശേഷം, കരുതൽ ധനമായി സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ അവിടെ നോട്ട് അച്ചടിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് നോട്ട് അച്ചടിക്കുന്നത്. അല്ലാതെ ഇത്ര രൂപയ്ക്ക് വെറുതെ നമുക്ക് പണം കുറഞ്ഞു, കുറച്ച് നോട്ട് അങ്ങോട്ട് അച്ചടിച്ച് കളയാം എന്നല്ല. കരുതൽ ധനം സൂക്ഷിച്ചിട്ട് വേണം. അതിന് നമ്മൾ മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയും. മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ നോട്ട് അച്ചടിക്കല് പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റായിട്ടും അതേസമയം ഉപദേശകനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി സർക്കാരിന് പണം നിക്ഷേപിക്കാനും പറ്റും. ഇതിൽ നിന്നും RBIയിൽ നിന്ന് വായ്പകൾ സ്വീകരിക്കാനും പറ്റും. അതേപോലെ തന്നെ ബാങ്കുകൾക്കാണെങ്കിലും പണം നിക്ഷേപിക്കാനും പറ്റും, വായ്പകൾ സ്വീകരിക്കാനും പറ്റും. ഈ പണം നിക്ഷേപിക്കലും സ്വീകരിക്കലും മാത്രമല്ല, ഈ ബാങ്കുകളുടെ മേലിൽ ഒരു മേൽനോട്ടവും നിയന്ത്രണവും ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പണത്തിന്റെ സപ്ലൈ നിയന്ത്രിക്കുന്നത് RBI ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും RBI ആണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും RBI ആണ്. വിദേശ നാണയത്തിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുന്നതും RBI ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ഈ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. അതായത് നമ്മൾ RBI ഒരു സാമ്പത്തിക വർഷത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ RBIയുടെ റിപ്പോർട്ട് പ്രകാരം എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. RBI ഒരുപാട് റിപ്പോർട്ടുകൾ ഓരോ സാമ്പത്തിക വർഷത്തിലും പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പൊ ഈ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നതും RBIയുടെ ഒരു കടമയാണ്. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണം. നമുക്ക് തരുന്നത് ഇപ്പൊ നിങ്ങളോട് എസ്സേ എഴുതാനല്ല അല്ലെ പറയാ, ഏതൊക്കെയാണ് RBIയുടെ ചുമതലകൾ എന്ന എസ്സേ എഴുതാനല്ല പറയാ. നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ട് ഇതിൽ RBIയുടെ ചുമതല അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് RBIയുടെ ചുമതലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. എല്ലാ കാര്യങ്ങളും ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ ചിഹ്നം അല്ലെ. ഇന്ത്യൻ കറൻസിക്ക് ഇപ്പോൾ നിലവിലൊരു ചിഹ്നമുണ്ട് അല്ലെ. രുപേ എന്ന് എഴുതുന്ന 6 എന്നുള്ളൊരു ഇതിട്ടിട്ടുള്ള ഒരു ദേവനാഗരി ലിപിയിൽ ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നം നമ്മൾ എന്നാണ് അംഗീകരിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്നാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15-നാണ് ഇന്ത്യൻ കറൻസി ഒരു ചിഹ്നം സ്വീകരിച്ചത്. ഇത് ആരാണ് ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ D ഉദയകുമാറാണ്. ആ ഇനീഷ്യൽ ശ്രദ്ധിക്കണം. D എന്ന് തന്നെ എഴുതണം. ഓപ്ഷൻ മാറ്റിയും തരും. അപ്പൊ ഡിസൈൻ ചെയ്തത് D ഉദയകുമാറാണ് അത് ഡിസൈൻ ചെയ്തത്. ഇങ്ങനെ ചിഹ്നമുള്ള 5ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇതിനല്ലേ നാണയത്തിന് ചിഹ്നം അംഗീകരിച്ചിട്ടുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നതെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ സ്ഥിരം ചോദിക്കുന്നതാണ് ഓരോ നോട്ടുകളുടെയും പുറകിലുള്ളത് അല്ലെ. ഓരോ നോട്ടിന്റെയും പുറകിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് 1 രൂപ നോട്ട് തന്നെ തുടങ്ങാം. 1 രൂപ നോട്ടിന്റെ പുറകിലുള്ളത് സാഗർ സാമ്രാട്ട് എന്ന് പറഞ്ഞ കപ്പലാണ്. ഒരു കപ്പലാണ് 1 രൂപ നോട്ടിന്റെ പുറകിലുള്ളത്. ഈ സാഗർ സാമ്രാട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ ഹൈ ഉണ്ടല്ലോ,
അവിടെ നിന്നും എണ്ണ ഖനനം ചെയ്ത ആദ്യത്തെ കപ്പലാണ് സാഗർ സാമ്രാട്ട് എന്ന് പറയുന്നത്. ആ സാഗർ സാമ്രാട്ടിന്റെ ചിത്രമാണ് ₹1 നോട്ടിന് പുറകിലുള്ളത്. 5 രൂപ നോട്ടിന് പുറകിലാണെങ്കിൽ ട്രാക്ടർ ആണ് അല്ലെ ഉള്ളത്. 5 രൂപ നോട്ടിന് പുറകിൽ ട്രാക്ടർ ആണ്. 10 രൂപ നോട്ടിന് പുറകിൽ എന്താണ്? 10 രൂപ നോട്ടിന് പുറകില് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ സൂര്യനെ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു വലിയൊരു വട്ടം പൂജ്യം വരയ്ക്കും, എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ ഒന്നുകൾ, കുറെ ഒന്നുകൾ അങ്ങോട്ട് ഇട്ട് വെക്കും അല്ലെ, ഇങ്ങനെ സൂര്യന്റെ ഇതായിട്ട് കണ്ടില്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് 10 എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ സൂര്യനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ 10 എന്നുള്ളത് സൂര്യക്ഷേത്രം, കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപ നോട്ടിലുള്ളത്. ഇനി 20 രൂപ നോട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലോറ ഗുഹകളാണ്. എല്ലോറ ഗുഹയുടെ ചിത്രമാണ് 20 രൂപ നോട്ടിന്റെ പുറകിലുള്ളത്. 20 രൂപ നോട്ടിന്റെ പുറകിലുള്ളത് എന്താണ്? എല്ലോറ. ഇനി 50 ആണെങ്കിൽ ഹംപി. 50 ഹംപി നല്ല പ്രാസമുണ്ടല്ലോ. 50 ഹംപിയാണ് 50 രൂപ നോട്ടിന് പുറകിലുള്ളത്. 100 രൂപ നോട്ടിനാണെങ്കിൽ റാണി കി വാവ്. അവിടെ രണ്ടോടത്തും റായി ഉണ്ട് അല്ലെ, 100 റാണി. അപ്പൊ 100 രൂപ നോട്ടിന്റെ പുറകിലുള്ളത് റാണി കി വാവാണ്. 100 രൂപ നോട്ടിന് പുറകിലുള്ളത് റാണി കി വാവാണ്. 500 രൂപ നോട്ടിന് പുറകിലോ റെഡ് ഫോർട്ട് ആണ്. 500 രൂപ നോട്ടിന് പുറകില് റെഡ് ഫോർട്ട് ആണ്. 200 രൂപ നോട്ടിന് പുറകിലാണെന്നുണ്ടെങ്കിൽ സാഞ്ചി സ്തൂപം. 200 രൂപ നോട്ടിന് പുറകിൽ സാഞ്ചി സ്തൂപവും ആണ് ഉള്ളത്. അപ്പൊ നമുക്കിതിൽ പഠിക്കേണ്ടത് എന്ന് പറയുന്നത്, ഒന്ന് 20 രൂപ നോട്ട് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. 20 രൂപ നോട്ടിന് പുറകിൽ എല്ലോറ ഗുഹകൾ. 20 രൂപ നോട്ടിന് പുറകിൽ എല്ലോറ ഗുഹകളും 200 രൂപ നോട്ടാണെങ്കിൽ സാഞ്ചി സ്തൂപവും. 20ഉം 200ഉം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, മറക്കാൻ ചാൻസ് ഉണ്ട്. 20 എല്ലോറയും 200 സാഞ്ചി സ്തൂപവുമാണ് ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. 5 ട്രാക്ടർ ആണ്. 10 എന്ന് പറയുമ്പോൾ സൂര്യനെ ചിന്തിക്കുക. അപ്പൊ നമുക്ക് സൂര്യക്ഷേത്രം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. 50 ഹംപി അല്ലെ, 50 ഹംപി. 100 എന്ന് പറയുമ്പോൾ റ് വരുന്നുണ്ട്. അപ്പൊ റാണി കി വാവാണ് 100 രൂപ നോട്ടിന് പുറകില്. 200 രൂപയാണ് സാഞ്ചി സ്തൂപം. 500 രൂപ നോട്ടിന് പുറകിലുള്ളത് റെഡ് ഫോർട്ട് ആണ്. അപ്പൊ എനിക്ക് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് 20ഉം 200ഉം മാത്രമാണ് ഓർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ല് സഞ്ചിയിലിടാന്ന് ഓർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ല് സഞ്ചിയിൽ കൊണ്ടുപോകുക എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഓർക്കാൻ പറ്റും അല്ലെ. 20 200 അല്ലെ, 20 200. അപ്പൊ എല്ല് സഞ്ചിയിൽ കൊണ്ടുപോകാം. അപ്പൊ 20 എന്താണ്? എല്ലോറ ഗുഹകളാണ്. 200 എന്ന് പറയുമ്പോൾ അത് സാഞ്ചി സ്തൂപമാണ്. ബുദ്ധിമുട്ടുള്ളവർക്കാണ് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് പറയുകയാണെങ്കിൽ ഈ പണനയവുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോ റൈറ്റ്, റിവേഴ്സ് റിപ്പോ റൈറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ, SLR, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. സിമ്പിൾ ആണ്, നമുക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ. അത് നമുക്ക് ഈ നമ്മുടെ PSC ബുള്ളറ്റിൽ തന്നെ മറ്റൊരു ടോപ്പിക്കായിട്ട് പണനയം എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ എല്ലാ ടേംസും, റിപ്പോ റൈറ്റ്, റിവേഴ്സ് റിപ്പോ റൈറ്റ്, CRR, SLR, അതെല്ലാം നോക്കാം. അടുത്ത ദിവസം തന്നെ നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മുടെ PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിൽ നൽകിയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് അല്ലെ, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ശ്രദ്ധിക്കണം, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസുകളുടെ എണ്ണം, നമ്മൾ അതിന്റെ ഹെഡ് ക്വാർട്ടർ പറഞ്ഞു അല്ലെ, എവിടെയാണ്? മുംബൈയിലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് റീജിയണൽ ഓഫീസുകളാണ്. 4 റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത്. മുകളിൽ നമ്മുടെ ഇന്ത്യയുടെ എടുക്കുകയാണെങ്കിൽ 4 സൈഡിലും, വടക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയാണ്. ഇനി താഴെയാണെന്നുണ്ടെങ്കിൽ, താഴെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് ആ കൈ പോലുള്ള ആ ഭാഗത്തേക്ക് കൊൽക്കട്ടയും, ഇപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായി വരികയാണെങ്കിൽ നമുക്ക് മുംബൈയും അല്ലെ. അങ്ങനെ 4 റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? മുകളിൽ ഡൽഹി, താഴെ ചെന്നൈ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മുംബൈയും, നേരെ ഓപ്പോസിറ്റ് കൊൽക്കത്തയും. അങ്ങനെ 4 സൈഡിലും ഓരോന്നായിട്ട് 4 റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത്. ഇനി ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ഇരുന്നതാര്? ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ഇരുന്നത് അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ്, അപ്പൊ നമ്മൾ പറയില്ലേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ, അമിതമായ ഘോഷത്തോടു കൂടി വന്നു, വളരെ കുറച്ചു കാലം ഇരുന്നുള്ളൂ. ജസ്റ്റ് അങ്ങനെ ചിന്തിച്ചാൽ മതി. അമിതമായ ഘോഷത്തോടു കൂടി വന്നു, പക്ഷെ ആള് കുറച്ചു കാലേ ആരുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ? ഗവർണറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കുറച്ചു കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടിരുന്നത് ആരാണ്? അമിതാവ് ഘോഷ് ആണ്. അപ്പൊ ഈ ഗവർണർമാരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് നോക്കാം. ഏറ്റവും കുറവ് കാലം എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തിയും ചോദിക്കും അല്ലെ. ഏറ്റവും കുറവ് കാലം അമിതാവ് ഘോഷ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ബെനഗൽ രാമറാവു ആണ്. ബെനഗൽ, അപ്പൊ നല്ല ബലമുള്ള ആളായിരുന്നു. അപ്പൊ ആ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണറായി ഇരുന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് കാലം അമിതാവ് ഘോഷും ഏറ്റവും കൂടുതൽ കാലം ബെനഗൽ രാമറാവു ആണ്. ഇനി ഇന്ത്യ
ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് ഒപ്പിട്ട ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് ടെയ്ലർ ആണ്. അപ്പൊ നമ്മൾ ഒപ്പിടാന്നൊക്കെ പറയുമ്പോൾ നല്ല കൃത്യമായി നല്ല നീറ്റായിട്ട് ഒപ്പിടണം അല്ലേ. അപ്പൊ സാധാരണ നല്ല ടൈലർമാർക്ക്, നമ്മൾ ടൈലർ തയ്യൽക്കാരൻ, നമ്മൾ ടൈലേഴ്സ് എന്ന് പറയില്ലേ, അവർക്കാണ് ഈ കറക്റ്റായിട്ട് നല്ല അളവെടുത്ത് നല്ല ഭംഗിക്ക് ഒപ്പിടാൻ സാധിക്കുള്ളൂ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ഓപ്ഷൻ്റെ ഒരു കിട്ടിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഗവർണർമാരും അതേപോലെ തന്നെ കുറേ പേരെ പേരുകൾ ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ ഇതിങ്ങനെ ഇരിക്കില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആൻസറിൽ നിന്നും കിട്ടും ആ സമയത്ത്. അപ്പൊ ഏറ്റവും കുറവ് കാലം അമിതാവ് ഘോഷാണ്. അമിതമായ ഘോഷത്തോടു കൂടി വന്നു, പെട്ടെന്ന് പോയി അല്ലേ. ഏറ്റവും കൂടുതൽ കാലം ബെനഗൽ രാമറാവു ആണ്. നല്ല ബലമുള്ളത് കൊണ്ട് സീറ്റിൽ അങ്ങനെ പിടിച്ചിരുന്നു. ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി ഇരുന്നിട്ടുള്ളത്. ഇനി ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് ഒപ്പിട്ട RBI ഗവർണർ എന്ന് പറയുന്നത് ജെയിംസ് ടെയ്ലർ ആണ്. അപ്പോൾ ഒരു ടെയ്ലർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്കൊക്കെ ഒപ്പിടാൻ സാധിച്ചു. ജെയിംസ് ടെയ്ലർ ആണ് ആദ്യമായിട്ട് ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിട്ട ഗവർണർ, RBI ഗവർണർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുള്ള ആദ്യ വനിത ആരെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ റിസർവ് ബാങ്കിന് ഗവർണറായിട്ട് ഒരു വനിതയും ഇതേവരെ വന്നിട്ടില്ല. റിസർവ് ബാങ്കിന്റെ ഗവർണറായ വനിത എന്ന് ചോദിക്കാൻ ഒരു വനിതയും ഇന്ന് വരെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിട്ടില്ല. പക്ഷെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് KJ ഉദ്ദേശിയാണ്. ആരാണ്? KJ ഉദ്ദേശിയാണ്. അപ്പൊ അത് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്, സാധാരണ നമുക്കറിയാം ഈ റിസർവ് ബാങ്കിലൊക്കെ നോട്ട് അച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നില്ലെങ്കിൽ വിദേശ നാണയം അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം കരുതലായിട്ട് സൂക്ഷിക്കണം. അപ്പൊ സാധാരണ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈ സ്വർണത്തിനോട് കുറച്ചും കൂടിയും അട്രാക്ഷൻ കൂടുതലാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ദേശം നല്ലതായിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശമുള്ള ഉദ്ദേശിനെ പിടിച്ചിട്ടാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആക്കിയത് എന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഉദ്ദേശി ആരാണ്? KJ ഉദ്ദേശിയാണ് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത എന്ന് പറയുന്നത്. ഇനി റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്തെ RBI ഗവർണർ ആരെന്ന് ചോദിക്കും. ദേശസാൽക്കരിച്ച സമയത്തെ എന്നാണ് RBI ദേശസാൽക്കരിച്ചത്? 1949 ജനുവരി 1-നാണ് അല്ലെ ദേശസാൽക്കരിച്ചത്. ആ സമയത്തെ RBI ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശ്മുഖ്. ദേശസാൽക്കരിച്ച സമയത്ത് ദേശ്മുഖ് അല്ലെ, CD ദേശ്മുഖ് ആണ് ആ സമയത്ത് RBI ഗവർണർ ആയിരുന്ന വ്യക്തി. അപ്പോൾ RBIയുടെ ഗവർണർ ആയിരുന്ന ഏറ്റവും കുറവ് കാലം ആയിരുന്നത് ആരാണ്? അമിതാവ് ഘോഷ് ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ്. ഇനി ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായി ഒപ്പിട്ട RBI ഗവർണർ എന്ന് പറയുന്നത് ജെയിംസ് ടെയ്ലർ ആണ്. ഇനി റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KJ ഉദ്ദേശിയാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച സമയത്തെ RBIയുടെ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CD ദേശ്മുഖ് ആണ്. ദേശസാൽക്കരിച്ച സമയത്ത് ദേശ്മുഖ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാങ്കിങ് ഓംബുഡ്സ്മാൻമാരെ നിയമിക്കുന്നത് ആര്? അതും റിസർവ് ബാങ്ക് ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. അപ്പൊ റിസർവ് ബാങ്കിന്റെ മറ്റൊരു കടമയാണ് അല്ലെ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുക എന്ന് പറയുന്നത്. ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പരാതികൾ നൽകാൻ അല്ലെ, എന്തെങ്കിലും ഇപ്പൊ ബാങ്കിങ് മേഖലയിൽ തന്നെയല്ല പല മേഖലകളിലും അല്ലെ, സർക്കാർ തലത്തിലും ഓംബുഡ്സ്മാൻ ഉണ്ട്. അപ്പൊ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള ഒരു സംവിധാനമാണ്. എന്തെങ്കിലും അവരെന്തെങ്കിലും ക്രമക്കേടുകൾ കാണുകയോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സേവനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതി നൽകാം. ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് RBI ആണ്. അടുത്തത്, ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് നൽകുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ് അതിന് ഉറപ്പ് നൽകുന്നത്. നമ്മൾ ആരാണ് ആ നോട്ടിൽ ഒപ്പിടുന്നത്? റിസർവ് ബാങ്ക് ഗവർണർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യത്തിന് ഉറപ്പ് നൽകുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ് അതിന്റെ മൂല്യത്തിന് ഉറപ്പ് നൽകുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ, നമ്മുടെ RBIയുടെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ, കടമകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി നിലനിർത്തുക എന്നുള്ളത് RBIയുടെ ഒരു കടമയാണ് അല്ലെ. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി നിലനിർത്തുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമുക്കറിയാലേ, ചില സമയത്ത് ഇന്ത്യൻ കറൻസിക്ക് വിനിമയ മൂല്യം കുറയുന്ന സമയത്താണ് നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, ഗൾഫിലോ അല്ലെങ്കിൽ പുറത്ത് UK ജോലി ചെയ്യുന്നവർക്ക് എന്താണ്, അവർക്ക് അവിടെ കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ പണം കിട്ടും അല്ലെ. അതെന്താണ്, നമ്മുടെ മൂല്യം കുറഞ്ഞു, നമ്മുടെ പണത്തിന്റെ മൂല്യം, കറൻസിയുടെ മൂല്യം കുറഞ്ഞതുകൊണ്ടാണ്. ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പൊ ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തെ സ്ഥിരമായി സൂക്ഷിക്കുക
സൂക്ഷിക്കുക, ഒരു മൂല്യം വേണമല്ലേ, ആ മൂല്യത്തെ സ്ഥിരമായി സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ കടമയാണ്? RBIയുടെ കടമയാണ്. ഇനി ആ മൂല്യത്തിന് ഉറപ്പ് നൽകുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RBI ഗവർണറാണ്. ഗവർണറല്ല ഒപ്പിടുന്നത്, അപ്പൊ അയാൾ വേണം ഉറപ്പ് നൽകാൻ അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തുന്ന സമയത്ത് രക്ഷിതാക്കൾ ഒപ്പിടുന്നു, അപ്പൊ ആ കുട്ടിയുടെ എല്ലാ ചുമതലകളും ആർക്കാണ്? ആ രക്ഷിതാവിനാണ് എന്ന് പറഞ്ഞ പോലെ RBI ഗവർണർക്കാണ് എന്തിന്റെ ചുമതല? ബാങ്ക് നോട്ടുകളുടെ മൂല്യം ഉറപ്പ് നൽകുന്നതിനുള്ള ചുമതല, അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രദാനത്തെ നിയന്ത്രിക്കുന്നത്? വായ്പകളുടെയും പണത്തിന്റെയും പ്രദാനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI തന്നെയാണ്. അടുത്തത്, റിസർവ് ബാങ്കിന്റെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിസർവ് ബാങ്കിന്റെ തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗവർണർ എന്നുള്ള പേരിലാണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് അല്ലെ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. അടുത്തത്, റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ്. റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം എന്നാണ് റിസർവ് ബാങ്ക് ആക്ട് വന്നത്? RBI ആക്ട് എന്ന് പറഞ്ഞില്ലേ, എന്നാണ്? 1934. 1934 RBI ആക്ട് പ്രകാരമാണ് 1935 ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിച്ചത് അല്ലെ. അപ്പൊ ഈ ആക്ട് പ്രകാരം, RBI ആക്ട് പ്രകാരം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് റിസർവ് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഓപ്ഷനിൽ ചിലപ്പോൾ പ്രധാനമന്ത്രിന്നോ അല്ലെങ്കിൽ RBI ഗവർണറിനോ മാത്രം തരാം. അപ്പൊ അങ്ങനെ എഴുതാൻ പാടില്ല, തെറ്റാണ്. ഡയറക്ടർ ബോർഡ് എന്ന് തന്നെ എഴുതണം. അതായത് ഡയറക്ടർ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RBI ഗവർണർ ഉണ്ടായിരിക്കും അല്ലെ. ആ ബോർഡിൽ എന്തായാലും RBIയുടെ ഗവർണർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ 10ഓളം ഡയറക്ടേഴ്സ് പുറത്തുനിന്ന് പല മേഖലകളിൽ നിന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ കൂടിയതാണ് ഈ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം, RBIയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ ഒരു സിംഗിൾ പേഴ്സൺ അല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ അങ്ങനെ തന്നെ എഴുതണം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ഡയറക്ടർ ബോർഡ് എന്ന് തന്നെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തെഴുതണം. RBI ആക്ട് പ്രകാരം റിസർവ് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര ഡയറക്ടർ ബോർഡാണ്. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. ആദ്യത്തെ ഗവർണർ അല്ല ചോദിച്ചിരിക്കുന്നത്, ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സുധാ ബാലകൃഷ്ണനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണനാണ്. എന്നാൽ RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് അല്ലെ. അതെല്ലാവർക്കും അറിയായിരിക്കും. ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. എന്നാൽ RBIയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തിന്റെ ആളാരാണ്? ദേശ്മുഖ് അല്ലെ. CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഓസ്ബോൺ സ്മിത്തുമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സുധാ ബാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജെയിംസ് ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യത്തെ RBI ഗവർണറാണ് ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടാത്ത ഏക റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ഓസ്ബോൺ സ്മിത്ത് ആണ്. അടുത്തത്, ഇന്ത്യയിൽ 500 രൂപയും 1000 രൂപ നോട്ടുകളും പിൻവലിക്കുന്ന സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരായിരുന്നു? ഉർജിത് പട്ടേലാണ്. അപ്പൊ കുറച്ച് നോട്ടൊന്നല്ല അല്ലെ, 500ന്റെയും 1000ന്റെയും മുഴുവൻ നോട്ടുകളും പിൻവലിക്കാണ്. അപ്പൊ കുറച്ച് ഊർജ്ജത്തോടു കൂടി തന്നെ വലിക്കണം, എന്നാലേ ഇങ്ങോട്ട് പോരുള്ളൂ അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ നല്ല ഊർജ്ജത്തോടു കൂടി വലിച്ചാലേ ഈ നോട്ടുകൾ 500ന്റെയും 1000ന്റെ ഒക്കെ നോട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉർജിത് പട്ടേലാണ്. അപ്പൊ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്ന സമയത്ത് RBI ഗവർണർ ആരാണ്? ഉർജിത് പട്ടേലാണ് RBI ഗവർണർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രാജ്യാന്തര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞതാണ് RBI ആണ് അല്ലെ. രാജ്യാന്തര നാണയനിധിയിൽ, അതായത് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? RBI ആണ് പ്രതിനിധാനം, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആണ്. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപിത മൂലധനം എത്രയായിരുന്നു? എത്ര കോടി രൂപയ്ക്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്? 5 കോടി മൂലധനത്തിലാണ്. അപ്പൊ സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടി രൂപയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യത്തെ വനിത, ഡെപ്യൂട്ടി ഗവർണറാണ്. ഗവർണറായി ആരും തന്നെ ആയിട്ടില്ല. ഡെപ്യൂട്ടി ഗവർണറായ വനിത ആരാണ്? വനിതയാണല്ലേ. അപ്പൊ ഉദ്ദേശം നല്ലതായിരിക്കണം. അതുകൊണ്ട് തന്നെ KJ ഉദ്ദേശിയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണറായ വനിത.
അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം, അപ്പൊ നല്ല ബലത്തിൽ പിടിച്ചിരിക്കണം, ബെനഗൽ രാമറാവു ആണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ജെയിംസ് ടെയ്ലർ ആണ്. ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ്? 100 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറാണ്. ആകെ 1 രൂപ നോട്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 1 രൂപ നോട്ടിൽ മാത്രം ഒപ്പിടുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറിയാണ്, കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 100 രൂപ നോട്ട് എന്നല്ല, ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ്. അത് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. 100 രൂപ നോട്ടിൽ ഒപ്പ് ആരുടേതാണ്? റിസർവ് ബാങ്ക് ഗവർണറുടേതാണ്. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ച വർഷം. നമ്മ പറഞ്ഞതാണ് അല്ലെ, ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 ജനുവരി 1 ദേശസാൽക്കരിച്ചത്. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ഏത് ആക്ട് പ്രകാരമാണ്? 1934 RBI ആക്ട് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് RBI നിലവിൽ വന്നത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലയിൽ വന്നത്? ഏത് കമ്മീഷന്റെയാണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. റീഡിംഗ് പ്രഭുവാണ് ആ കമ്മീഷനെ നിയമിച്ചത്. ആ കമ്മീഷനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അല്ലെ. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 നമ്മുടെ റീഡിംഗ് പ്രഭുവാണ് നിയമിച്ചത്. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? 2 ഭാഷകളിൽ. നമുക്ക് കൺഫ്യൂഷൻ വരും, ഒപ്പ് എങ്ങനെ 2 ഭാഷയിൽ കാണാം? ഒരു ഭാഷയിലല്ലേ കാണുള്ളൂ എന്ന് തോന്നും. അല്ല, 2 ഭാഷയിലും ഒപ്പ് കാണാൻ സാധിക്കും. ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഹിന്ദിയിലും. 2 ഭാഷകളിലായിട്ടാണ് നമ്മുടെ നോട്ടിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഒപ്പ് കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലാദ്യം തന്നെ ഹിന്ദിയിൽ ഒരു സത്യപ്രസ്താവന പോലെ അല്ലെ, അതായത് ഇതിന്റെ ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, ഇതിന്റെ മൂല്യം ഇത്രയാണ് എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആദ്യം ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടിയിൽ ഗവർണർ എന്ന് എഴുതിയിട്ട് ഈ ഗവർണർ എന്നുള്ള ഗവർണറുടെ പേര്, ഇപ്പൊ ശക്തികാന്ത ദാസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് അവിടെ ഒപ്പൊന്ന് ഉദ്ദേശിക്കുന്നത്. അതിനടിയിൽ പിന്നെ ഇംഗ്ലീഷിൽ ഇതേ സംഭവം തന്നെ ഐ പ്രോമിസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിലും വീണ്ടും നമ്മുടെ ഗവർണറുടെ പേര് എഴുതിക്കൊണ്ട് സിഗ്നേച്ചർ കാണാം. അങ്ങനെ 2 ഭാഷ, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 ഭാഷയിൽ, ആദ്യം ഹിന്ദിയിൽ, അതിൻ്റെ തൊട്ടടിയിൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഇനി ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി നാം പറഞ്ഞതാണ് റീഡിംഗ് പ്രഭു. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിംഗ് സെന്റർ 2020 സ്ഥാപിതമായത് എവിടെയാണ്? ജയ്പൂരിലാണ്. ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആദ്യ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിംഗ് സെന്റർ, ആദ്യത്തെ ഓട്ടോമേറ്റഡ് നോട്ട് പ്രോസസിംഗ് സെന്റർ 2020 സ്ഥാപിതമായത് ജയ്പൂരിലാണ്. അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി അച്ചടിച്ച വർഷം നമ്മൾ പറഞ്ഞതാണ് അല്ലെ, 1949 മുതലാണ് അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ അച്ചടിച്ചു തുടങ്ങിയത്. 1949 ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ പ്രത്യേകത എന്താണ്? നമ്മുടെ RBI ദേശസാൽക്കരിച്ചു അല്ലെ. 1949 ജനുവരി 1 RBI ദേശസാൽക്കരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ട് RBIനെ പ്രഖ്യാപിച്ചതും 1949 തന്നെയാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതും 1949 തന്നെയാണ്. പിന്നെ അശോക സ്തംഭത്തിന്റെ ചിത്രമുള്ള നോട്ടുകൾ അച്ചടിക്കാൻ ആരംഭിച്ച വർഷം 1949 സുരക്ഷയ്ക്കായിട്ട് നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും 1949 തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നോട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി നോട്ടുകളിൽ സെക്യൂരിറ്റി ത്രെഡുകൾ ഉപയോഗിക്കാൻ ആരംഭിച്ച വർഷം ഇപ്പൊ തന്നെ പറഞ്ഞതാണ് 1949. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്രാം ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2ാം ഷെഡ്യൂളിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ എത്രാമത്തെ ഷെഡ്യൂളിലാണ്? അങ്ങനെ ഷെഡ്യൂളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും ഇതിൽ വന്ന കാരണം ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഏത് ഷെഡ്യൂളിലാണ് അല്ലെങ്കിൽ എത്രാം ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ച് പറയുന്നത്? 2ാമത്തെ ഷെഡ്യൂളിലാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം എത്ര രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാനാണ് റിസർവ് ബാങ്കിന് അനുമതിയുള്ളത്? ആക്ട് പ്രകാരം 10,000 രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കാൻ RBIക്ക് അനുവാദമുണ്ട്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 10,000 രൂപ മൂല്യം വരെയുള്ള നോട്ടുകൾ അച്ചടിക്കാൻ റിസർവ് ബാങ്കിന് അനുമതിയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. 10,000 രൂപയുടെ മൂല്യമുള്ള നോട്ട് വരെ RBIക്ക് അച്ചടിക്കാനുള്ള അധികാരമുണ്ട് അല്ലെ. ഈ 10,000 രൂപയുടെ നോട്ട് RBI അച്ചടിച്ചിട്ടുമുണ്ട്. ഏത് വർഷത്തിലാണ്? 1938 ആദ്യമായിട്ട് 10,000 രൂപയുടെ നോട്ട് അച്ചടിക്കുന്നത്. 1938. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അല്ലെ. 1946 ജനുവരിയിൽ അത് നിരോധിക്കുകയും ചെയ്തു, പിൻവലിച്ചു. 1938 അച്ചടിച്ചിട്ട് 1946 അത് പിൻവലിച്ചു. പക്ഷെ വീണ്ടും 1954 വീണ്ടും അത് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ 10,000 രൂപ നോട്ടുകൾ അച്ചടിച്ചു 1954. അത് വീണ്ടും പിന്നെ 1978 പിൻവലിച്ചു. 1978 വീണ്ടും പിൻവലിച്ചു. അപ്പൊ 2 തവണ 10,000 രൂപയുടെ നോട്ട് ഇന്ത്യയിൽ അച്ചടിച്ചിട്ടുണ്ട്. നമ്മൾ അച്ചടിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഒന്ന് 1938 പിന്നെ ഒന്ന് 1954. 38 അച്ചടിച്ചിട്ട് അത് 46 പിൻവലിച്ചു. അതേപോലെ തന്നെ 54 അച്ചടിച്ചിട്ട് അത് പിന്നീട് 1978 പിൻവലിച്ചു. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം എന്താണ്? മൃഗം മാത്രം ചോദിച്ചിട്ടുള്ളൂ. മൃഗം എന്ന് ചോദിച്ചാൽ കടുവയാണ്. എന്നാൽ അതിന് പകരം വൃക്ഷം എന്നാണെങ്കിൽ എണ്ണപ്പനയാണ് അല്ലെ. എണ്ണപ്പനയും കടുവയുമാണ് അതിന്റെ മുദ്ര എന്ന് പറയുന്നത്. അപ്പൊ മുദ്രയിലുള്ള ചിഹ്നത്തിലുള്ള മൃഗം കടുവയും ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയുമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റീജിയണൽ ഓഫീസ് അല്ല, കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. റീജിയണൽ ഓഫീസ് ആണെങ്കിൽ 4 ഉണ്ട്. ഡൽഹിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, മുംബൈയിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്. അടുത്ത ചോദ്യം, ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക്. അതായത് നമ്മളെ പോലെ ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മുടെ കയ്യിൽ കുറെ പണം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ഇനി നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് പണം കടമെടുക്കും അല്ലെ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പലിശയല്ലേ കിട്ടുള്ളൂ അല്ലെ. നമുക്ക് പറയാം നമ്മുടെ പലിശ കുറവാണ് അല്ലെ, ഒരു 4, 5 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6, 7 കിട്ടിയെന്ന് വരിക. ഇനി ഫിക്സ്ഡ് ആണെങ്കിൽ 9% വരെ കിട്ടാം. അതിന് പകരം നമ്മൾ ബാങ്കുകളിൽ നിന്നും പലിശയ്ക്ക് എടുക്കുകയാണെങ്കിലോ, നമ്മൾ വായ്പ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12% വരെ പലിശ വരും അല്ലെ. അതിലും കൂടുതലേ വരുള്ളൂ. അപ്പൊ നമ്മൾ പണം ഇടുമ്പോൾ എന്താണ്? പലിശ കുറവും, നമ്മൾ പണം എടുക്കുമ്പോൾ പലിശ കൂടുതലാണ്. ഇതേ സിസ്റ്റം തന്നെയാണ്. അതായത് ഇപ്പൊ ബാങ്കുകൾക്ക് പണമില്ല, പണത്തിന് ലഭ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അവര് RBIയിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ ബാങ്കുകൾ RBIക്ക് നൽകേണ്ട പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകൾ RBIക്ക് നൽകുന്നതാണ് അല്ലെ പലിശ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവിടെ പലിശ നിരക്ക് കൂടുതലായിരിക്കും അല്ലെ. ബാങ്കുകൾ അവർക്ക് പണം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ എവിടെ നിന്ന് പണം കടമെടുക്കും? RBIയിൽ നിന്ന് കടമെടുക്കും. അപ്പോൾ നൽകേണ്ട പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അത് ഹ്രസ്വകാലമാണ്. 2 കാര്യങ്ങളാണ് റിപ്പോ റേറ്റുമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹ്രസ്വകാലത്തേക്കാണ് വായ്പ നൽകുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഈട് നൽകണം. ഈട് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് പണം എടുക്കാൻ സാധിക്കുള്ളൂ. ഹ്രസ്വകാലത്തേക്കാണ് നൽകുന്നതെന്നും ഈട് നൽകിയിട്ടാണ് പണം എടുക്കുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിന്ന് പണം കടമെടുക്കുമ്പോൾ നൽകേണ്ട പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് കൂടുതലായിരിക്കും അല്ലെ. റിവേഴ്സ് റിപ്പോനെ അപേക്ഷിച്ച് റിപ്പോ റേറ്റ് കൂടുതലായിരിക്കും. ഇനി ഇവരെ കയ്യിൽ പണം കൂടുതലായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ? ബാങ്കുകളുടെ കയ്യിൽ പണം കൂടുതലായിട്ട് ഇരിക്കുകയാണ്. വായ്പ നൽകാനുള്ള അവസരമൊന്നുമില്ല, അല്ലെങ്കിൽ ആരും വായ്പ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർ ഈ പണം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ RBI ഒരു പലിശ നിരക്കും കൂടി കൊടുക്കുമല്ലോ, തിരിച്ചു കൊടുക്കുമല്ലോ. അതിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം. ഇനിയിപ്പോ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ RBI ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. RBI വാണിജ്യ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ സെയിം കൺസെപ്റ്റ് ആണ്. അപ്പോഴും അവിടെ വരുന്നത് റിവേഴ്സ് റിപ്പോ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് പണം വാങ്ങുമ്പോൾ നൽകേണ്ട പലിശ നിരക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റിനെക്കാട്ടും കുറവായിരിക്കും. ഇനി ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം. ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ പരമാധികാരി ആരാണ്? എല്ലാവരും നിയന്ത്രിക്കുന്ന ആളല്ലേ പരമാധികാരി. എല്ലാവരും നിയന്ത്രിക്കുന്ന ആളാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ പരമാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാപനം RBI ആണ്.
ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഇന്ത്യയിൽ ഉദാരവൽക്കരണം എന്നാണ് തുടക്കം കുറിച്ചത്? 1991 അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 91ന്റെ പ്രത്യേകതകളെല്ലാം തന്നെ. ആ സമയത്ത് ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്തെ RBIയുടെ ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു? എസ് വെങ്കിട്ടരമണനാണ്. എസ് വെങ്കിട്ടരമണനായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇന്ത്യയിൽ ഉദാരവൽക്കരണം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരംഭിച്ച സമയത്ത് റിസർവ് ബാങ്കിന്റെ ഗവർണർ എസ് വെങ്കിട്ടരമണൻ ആയിരുന്നു. ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ റേറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിപ്പോ റേറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ വായ്പ എടുക്കുമ്പോൾ നൽകേണ്ട പലിശ അല്ലെ? റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ എടുക്കുന്ന വായ്പയ്ക്ക് നൽകുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. കാഴ്ച പരിമിതരായവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പ് ഏതെന്നാണ്? മണി ആപ്പാണ്. മണി ആപ്പ്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പിന്റെ പേര് മണി ആപ്പ് എന്നാണ്. മണി ആപ്പിന്റെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ്. മണിയുടെ ഫുൾ ഫോം എന്താണ്? മണി ആപ്പിന്റെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ്. ഫുൾ ഫോം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. മണി ആപ്പ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കാം. കാഴ്ച പരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പിന്റെ പേര് മണി ആപ്പ് എന്നാണ്. 2020-21 മുതൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. മുമ്പ് എന്തായിരുന്നു? ജൂലൈ മുതൽ ജൂൺ വരെയായിരുന്നു അല്ലെ? ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയായിരുന്നു മുമ്പത്തെ ധനകാര്യ വർഷം. അത് ചോദിക്കാൻ ചാൻസ് ഇല്ല, പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴത്തെ ധനകാര്യ വർഷം എന്ന് പറയുന്നത് എന്നാണ്? നമ്മുടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അത് 2020 തൊട്ടാണ് തുടങ്ങിയത്. അപ്പൊ 2020-21 മുതൽ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പുതിയ ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്ന സമയത്തെ RBIയുടെ ഗവർണർ ആരായിരുന്നു? ദേശസാൽക്കരിക്കുന്ന സമയത്ത് ദേശ്മുഖ് അല്ലെ? ദേശസാൽക്കരിക്കുന്ന സമയത്ത് ദേശ്മുഖ് ആയിരുന്നു. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്ന സമയത്തെ RBIയുടെ ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. അപ്പൊ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിൻ 65-ാം വിശേഷാൽ പതിപ്പിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടിയും കേൾക്കേണ്ടവർക്ക് ഒന്നും കൂടിയും കേൾക്കാം. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പണനയത്തെ കുറിച്ചാണ്. പണനയത്തിലാണ് CRR അതേപോലെ തന്നെ SLR മായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത് കൂടുതൽ മാർക്കിന് വേണ്ടിയിട്ടല്ല അല്ലെ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യ റാങ്കുകളിൽ തന്നെ വന്ന് ജോലി ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യവും പഠിക്കുമ്പോഴും പൂർണ്ണ രീതിയിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ആണെങ്കിലും 1 മണിക്കൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും ജോലി ഉടൻ തന്നെ കിട്ടും. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം സമയം ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് അല്ല, എന്തെങ്കിലും എൻ്റെ ക്ലാസ്സിൽ പോരായ്മകളുണ്ട്, എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കൂടിയാണ് എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.